ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം. അവതരണം നിരഞ്ജന. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം സമർപ്പിക്കുന്നതിനെ ചൊല്ലി മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നേർക്കുനേർ നടത്തിയ വാഗ്വാദം ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ഏറെ നേരം നീണ്ട ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിൽ മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും ഇടപെട്ട് സംസാരിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും മുഖ്യമന്ത്രിയുടെ മറുപടിയും പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിന്റെ അവതരണത്തിനായി ജൂൺ 19 സഭാ സമ്മേളനം പുനരാരംഭിക്കും. ഇന്ന് ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിലൂടെയാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ കെ.എസ്.ആർ.ടി.സിയുടെ കൂടുതൽ ഡിപ്പോകളും സർവീസുകളും ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം വി.ടി. ബൽറാമാണ് ആദ്യം സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യയാത്രയുടെ ആനുകൂല്യം ഭൂരിഭാഗം വരുന്ന മലബാറിലെ സ്ത്രീകൾക്ക് ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും ബൽറാം ചൂണ്ടിക്കാട്ടി. ഗൗരവമുള്ള വിഷയമാണെന്നായിരുന്നു ഗതാഗത മന്ത്രി സി.പി. ജോണിന്റെ മറുപടി. മലബാറിൽ താരതമ്യേന കെ.എസ്.ആർ.ടി.സി സർവീസ് കുറവാണ്. മലബാറിൽ ആകെ 24.3% ബസ്സുകൾ മാത്രമാണുള്ളത്. ആകെ സർവീസുകളിൽ 33% മാത്രവും. ഇതിനെല്ലാം പരിഹാരം കാണുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. തൃത്താല കേന്ദ്രീകരിച്ച് ഡിപ്പോ വേണമെന്ന ബൽറാമിന്റെ ആവശ്യത്തിന് കെ.എസ്.ആർ.ടി.സിയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതനുസരിച്ച് ആലോചിക്കാമെന്ന് മന്ത്രി മറുപടി നൽകി. ഭരണകക്ഷി സംഘടനാ നേതാക്കൾ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷാംഗം കെ. പ്രേംകുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. ഇത് സംബന്ധിച്ച് പ്രേംകുമാർ അഴിമതി ആക്ഷേപങ്ങൾ ഉന്നയിച്ചതോടെ ഭരണനിരയിൽ നിന്ന് ബഹളമുയർന്നു. പ്രമേയാവതരണം പൂർത്തിയായതിനു പിന്നാലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഷയത്തിൽ ഇടപെട്ടു. പ്രമേയത്തിന്റെ ഭാഗമായി പ്രേംകുമാർ ഉന്നയിച്ച അഴിമതി ആക്ഷേപങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാവില്ലെന്ന് സ്പീക്കർ റൂളിംഗ് നടത്തിയതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എഴുന്നേറ്റു. അഴിമതി ആക്ഷേപം ഉന്നയിക്കാൻ സഭയിൽ മറ്റവസരങ്ങളുണ്ടെന്നും പ്രമേയത്തിന്റെ പരിമിതിയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ ശ്രദ്ധ ക്ഷണിക്കൽ വേളയിൽ ഉന്നയിക്കാനാവൂവെന്ന ചട്ടം സ്പീക്കർ ഓർമ്മിപ്പിച്ചു. പ്രേംകുമാർ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി മറുപടി നൽകി. പെൻഷൻ വിതരണത്തിന് ചുമതലയുണ്ടായിരുന്ന വ്യക്തിക്ക് പനിയായതിനാൽ അദ്ദേഹം സ്വീകരിച്ച ബദൽ സംവിധാനമാണെന്ന നിലയിലാണ് പെൻഷൻകാരെ സഹകരണ ബാങ്കിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും ആ നടപടി ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ പെൻഷൻ വിതരണ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്നും ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൻഷൻ വിതരണം നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും നടപടിയെടുക്കുമോ എന്ന് പ്രേംകുമാർ ചോദിച്ചു. പരിശോധിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതോടെ ആ വിഷയം അവസാനിച്ചു. ധവളപത്രത്തിന്റെ സമർപ്പണമായിരുന്നു സഭാ നടപടികളിലെ അടുത്ത അജണ്ട. ഇതിനായി മുഖ്യമന്ത്രി എഴുന്നേറ്റപ്പോഴേക്കും ക്രമപ്രശ്നവുമായി മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രംഗത്തുവന്നു. എന്നാൽ ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വച്ച് അതൊരു പബ്ലിക് ഡോക്യുമെന്റായി മാറിയതിനു ശേഷം കെ.എൻ. ബാലഗോപാലിന് ക്രമപ്രശ്നം ഉന്നയിക്കാമെന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. ധവളപത്രം തയ്യാറാക്കാനായി ധനവകുപ്പിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തുകൊടുത്തത് ക്രമവിരുദ്ധമാണെന്നായിരുന്നു കെ.എൻ. ബാലഗോപാലിന്റെ ക്രമപ്രശ്നം. ധവളപത്രം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെക്കുറിച്ച് എതിരഭിപ്രായമില്ലെങ്കിലും ധനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരായിരുന്നു ഇത് തയ്യാറാക്കേണ്ടത്. ഇതെല്ലാം രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ബാലഗോപാൽ അക്കൌണ്ട് ജനറലിന് പോലും കൊടുക്കാത്ത കണക്ക് പുറത്തുകൊടുത്തത് സത്യപ്രതിജ്ഞാ വിരുദ്ധമാണെന്നും ഇതിനെതിരെ സ്പീക്കർ റൂളിംഗ് നടത്തണമെന്നും മുൻ ധനമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം ബാലഗോപാലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്നതാണ് ധവളപത്രം. ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് ഈ രേഖകൾ. പരിശോധനയ്ക്ക് വിദഗ്ധരുടെ സഹായം തേടി. എന്നാൽ മന്ത്രിസഭയുടെ അനുമതിയോടെ തയ്യാറാക്കിയത് ധനവകുപ്പ് തന്നെയാണ്. ഒരു രഹസ്യരേഖയും പുറത്തുപോയിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ അവതരിപ്പിക്കപ്പെട്ട പല ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്നും എന്നാൽ ഈ ധവളപത്രം കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ഡോക്യുമെന്റ് ആണെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യകളല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിനു പിന്നാലെ വിഷയത്തിലിടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഖ്യമന്ത്രിയും തമ്മിൽ രൂക്ഷമായ വാക്പോരിനാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. കേരളം ഇന്നേവരെ പ്രസിദ്ധീകരിച്ച ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വിചിത്രവാദമാണെന്നും വീണിടത്ത് കിടന്ന് ഉരുളലാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു. അത് ഗൗരവമുള്ള വിഷയമാണ്. നടപടിക്രമങ്ങളുടെ ലംഘനവുമാണ്. ധവളപത്രത്തിന്റെ ഉള്ളടക്കം നോക്കിയ ശേഷം ബാക്കി പറയാമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി.
എന്നാൽ ഏത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ് ഉണ്ടായതെന്ന് പറയാതെയാണ് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ധവളപത്രത്തിന്റെ കോപ്പി കയ്യിലെത്തുന്നതിന് മുമ്പ് തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു രേഖയെക്കുറിച്ച് മുൻവിധിയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ധവളപത്രങ്ങൾ പരിശോധിച്ചാൽ അവ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നുവെന്ന് ബോധ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങളുടെ നയം പിന്തുടരാനല്ല, അതിൽ മാറ്റം വരുത്താനാണ് ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചതെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പുറത്തിറക്കിയ ധവളപത്രമാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു. അത്തരമൊരു ഡോക്യുമെന്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തും ചെയ്യാനുള്ള അധികാരമായി തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണരുതെന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട സ്പീക്കർ ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടെയുള്ള ധവളപത്രം അംഗീകരിക്കുന്നുവെന്നും കെ.എൻ. ബാലഗോപാലിന്റെ ക്രമപ്രശ്നം തള്ളി ധവളപത്രം മേശപ്പുറത്ത് വയ്ക്കുന്നതിന് അനുമതി നൽകുകയായിരുന്നുവെന്നും വിശദീകരിച്ചു. കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് സൂചിപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം. സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് ഉപയോഗിക്കുന്നത്. വികസിത പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നു. DA കുടിശ്ശിക, കരാറുകാർക്ക് നൽകാനുള്ള തുക എന്നിവ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ ബാധ്യതകളാണ് പുതിയ സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന നിർദ്ദേശം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള 3-ാം ദിനത്തിലെ ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപ്രതിപക്ഷ നിരയിൽ നിന്ന് 16 അംഗങ്ങളും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും സംസാരിച്ചു. കോൺഗ്രസ് അംഗം CR മഹേഷാണ് ഇന്നത്തെ ചർച്ച തുടങ്ങിവെച്ചത്. ഒടുവിൽ പിണറായി വിജയന്റെ പ്രസംഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി കെ മുരളീധരനും മുഖ്യമന്ത്രിയും മറുപടി പ്രസംഗം നടത്തി. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് സിസ്റ്റം തകരാറാണെന്ന് പറഞ്ഞ് മന്ത്രിയും സർക്കാരും മാറി നിൽക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. എന്ത് പരാതി വന്നാലും വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് കർശന നടപടിയെടുക്കും. വീഴ്ച വരുത്തുന്നവരെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ അംഗീകരിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഫോൺ വിളിച്ചാൽ എടുക്കാത്ത മന്ത്രി എന്ന പരാതി ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷ MLA-മാർ ഉൾപ്പെടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും തന്നെ ബന്ധപ്പെടാമെന്നും കെ മുരളീധരൻ ഉറപ്പു നൽകി. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയായ ധവളപത്രം കേവലം ഒരു രാഷ്ട്രീയ രേഖയല്ലെന്നും മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഇടത് സർക്കാരിന്റെ ധനദുർവിനിയോഗത്തിന്റെ കണ്ണാടിയാണെന്നുമായിരുന്നു മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിശദീകരിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് പോയതെന്ന പ്രചാരണം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. മെയ് 16-ന് പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ട്രഷറിയിൽ വെറും 2,000 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. IGST ഗ്രാന്റും മറ്റ് കേന്ദ്ര വിഹിതങ്ങളും ചേർത്ത് പലപ്പോഴായി പണം വരുമെങ്കിലും സർക്കാർ നൽകാനുള്ള അടിയന്തര ബാധ്യതകൾ നിലനിൽക്കെ 6,000 കോടിയുണ്ടെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 50,000 രൂപ ശമ്പളമുള്ള ഒരാൾ തന്റെ കടങ്ങളും ബില്ലുകളും വീട്ടാതെ ആ പണം പോക്കറ്റിൽ വെച്ച് തന്റെ പക്കൽ പണമുണ്ടെന്ന് അവകാശപ്പെടുന്നത് പോലെയായിരുന്നു മുൻ സർക്കാരിന്റെ നിലപാട്. പത്രക്കാരനും പാൽക്കാരനും പലചരക്ക് കടക്കാരനും പണം നൽകാതെ വാതിലടച്ച് അകത്തിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ ഖജനാവിനെ എത്തിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം.